നമ്മളിന്നങ്ങനെ ദോശയ്ക്ക് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. ഈ 2 തക്കാളി, 2 സവാള, ശകല ഇഞ്ചി, കുറച്ച് പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ശകലം പുളി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ടൊന്ന് വഴറ്റി അതിനെ അടിച്ച് വെച്ചേക്കുകയാണ്. ദോശയ്ക്ക് നല്ലൊരു ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് 2-3 ദിവസമൊക്കെ ഇരിക്കും. നമ്മളുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എളുപ്പത്തിന് ദോശയ്ക്ക് ഒരു നല്ല ചമ്മന്തി, നല്ല മണമാണ്. ഞാൻ അടുപ്പിലോട്ട് ഇനി കടുവത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. കടുവത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചൂടാക്കി എടുക്കാം. നല്ലൊരു ചമ്മന്തിയാണ്. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി. നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണയിൽ വഴറ്റി വെച്ചേക്കുന്നതാണ്. ഇതുണ്ടെങ്കിൽ എളുപ്പമാണ്. നമുക്കെടുത്ത് ദോശയും ചുട്ട് ഈ ചമ്മന്തിയും കൂടെ നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണ്. ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചപ്പോഴേ നല്ലൊരു മണം. നമ്മളെ കുട്ടിയേക്കും നമുക്കും ഒക്കെ എളുപ്പത്തിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. കരിവേപ്പിലയൊക്കെ ഇതിലിട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. ഉപ്പുമൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കാൻ വീഡിയോ പിടിക്കാൻ ആളില്ല. ഞാനെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി രാവിലെ ദോശയ്ക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയും വേണ്ട. തേങ്ങ അരച്ച പോലെയല്ലേ ഇരിക്കുന്നത്, തേങ്ങയൊന്നും വേണ്ട. നല്ല ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. എളുപ്പമുള്ളൊരു ചമ്മന്തിയാണ്. ഇത് ദോശക്കല്ല്. ദോശയുടെ മാവ് റെഡിയാക്കി വെച്ചേക്കുകയാണ്. എല്ലാവരും ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. ദോശ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ദോശയും ചമ്മന്തിയും. ഓക്കേ.